ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു വീട്ടിൽ കൂടൽ പോലെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഈസാൻ്റെ ചങ്ക് ബ്രോ മോനൂട്ടൻ്റെ വീട്ടിൽ കൂടൽ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ഒരാഴ്ച പോരായി. അപ്പോൾ ഒരു ചെറിയ തോതിലങ്ങ് കയറി കൂടിയതായിരുന്നു. വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, അവർ വീട്ടുകാരെന്നെ കയറി കൂടി. അപ്പോൾ ഞങ്ങളൊന്ന് അവിടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരറിയൊന്നുമില്ല പോണത്. സാധനം നമ്മൾ ഇന്നോവ എടുക്കുന്നോ അതോ നമ്മൾ ബുള്ളറ്റ് എടുക്കുന്നോ? ഏതെടുക്കുന്നത്? ബുള്ളറ്റാ? ആയിക്കോട്ടെ. ഹായ് ഗേസ്, നമ്മുടെ ബുള്ളറ്റ് എടുത്താണ് പോകുന്നത്. പക്ഷേ ബുള്ളറ്റ് ഇപ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടാകാൻ ലേശം പാടായിരിക്കും. സെൽഫില്ലാത്തതിനെ കൊണ്ട് ഇങ്ങനെ സെൻട്രൽ സ്റ്റാൻഡിലൊക്കെ ആക്കിയിട്ട് സ്റ്റാർട്ടാക്കണം. ഓ ഇല്ല, ഭാഗ്യം കിട്ടി. നല്ല കേസ് ഇതിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇസാനിത വണ്ടി കയറി സ്റ്റാർട്ടാക്കി പോകാൻ നോക്കുകയാണ്. ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. കേസ് അങ്ങനെ ഞങ്ങൾ ഷൈജുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇരിക്കുന്ന ആളാണ് കേട്ടോ ഷൈജു. ഷൈജു, എന്താ വിശേഷം? മോൻ്റെ പിറന്നാളന്ന് അത് നാമിന കാര്യമല്ല ഞങ്ങൾ വന്ന്. ഇവിടെ എത്തിയാൽ നല്ല വിവരം അറിയുന്നത്. എന്തായാലും പിറന്നാൾ പങ്കെടുത്താൻ പോവാം. നമ്മളെ മോനൂട്ടനും സുഹൃത്തുക്കൾ ഇത് അവിടെ ഇങ്ങനെ ഇട്ടതാ, ഇവിടെ കളിക്കാന്ന്. എന്റെ ചങ്ക് ബ്രോടെ വന്നിക്ക വീടാണ്. ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട്. ആണിത്. ഇവിടെ വരെ കോണി സ്റ്റെപ്പൊക്കെ സെറ്റാക്കി വെച്ചാണ്. ഇതാണ് നമ്മളെ താൽക്കാലിക അടുക്കള. ഇവിടെ ഞങ്ങൾ വന്നു നോക്കുമ്പോഴാണ് ഇവിടെ ഒരു പിറന്നാൾ സെറ്റപ്പ് ഉണ്ട് എന്നുള്ള അറിയുന്നത്. നമ്മളെ ചായ ഒക്കെ സെറ്റാക്കുന്നുണ്ട്. കൂടുതലൊക്കെ ചെറിയ തോതിൽ കഴിച്ചില്ലേ? കൂടുതലൊക്കെ വളരെ ചുരുക്കത്തിൽ കഴിച്ചു. നിങ്ങള് രണ്ട് വീട്ടുകാർ മാത്രം? ഇപ്പൊ എന്താ ചെയ്യാനുള്ള പണി? എന്താ ചെയ്യാനുള്ളത്? ഇപ്പൊ വീടിന്റെ അടുത്ത ബാക്കിയുണ്ട്, എല്ലാം പണി കഴിച്ചിട്ടില്ല. മഴയുടെ മുന്നേ അങ്ങോട്ട് മാറിക്കൂടാനുള്ളത് വിഷുവിന് മുന്നായിട്ട് കഴിഞ്ഞ 12-ന് ഇങ്ങോട്ടേക്ക് താമസം മാറി. പിന്നെ ഇങ്ങനെ പോകണം. ആയിക്കോട്ടെ. ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാവരും പിടിച്ച് ഒരു കൂടുതൽ കഴിക്കണം. അടുത്ത വർഷത്തേക്ക് തന്നെ കൂടുതൽ കഴിക്കണം ആഗ്രഹിക്കും. എല്ലാവരും കാത്തു നിൽക്കുകയാണ് കൂടുതൽ പങ്കെടുക്കാൻ. എല്ലാവരെയും വിളിക്കാത്തതിനുള്ള വിഷമം അടുത്ത വർഷം തീർക്കണം. ആയിക്കോട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വേണോട്ടാ ഇതാണ്ടാ നമ്മളെ പിറന്നാളെ. ഞങ്ങളിങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ പിറന്നാളുള്ളത് അറിയുന്നത്. പെരുന്നാളിന്റെ ഒരുക്കത്തിലാണ് ഇവര്. ഇതാണ് ഷൈജുവിന്റെ അമ്മയാണ് ദേവിയേച്ചി. ദേവിയേച്ചിയാ ചെറുപ്പകാലത്തിലെ കുറെ ഭക്ഷണം തന്ന ആളാണ്. അതായത് നമ്മള് ഷൈജുവിന്റെ അനിയനാണ്. എൻ്റെ കൂടെ ഓട്ടോ സ്റ്റാൻഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഷൈജേഷ് അതാണ്. ചെറിയൊരു വീടാണ്, ഒരു 5 സെന്റ് സ്ഥലത്ത് ആണ്. ബാക്ക് ഭാഗം, വീടിന്റെ ബാക്ക് ഭാഗമാണിത്. ഇവർക്ക് അടുത്ത് തന്നെ ഒരു അയൽവാസി ഉണ്ട്. നമ്മളെ സുഹൃത്താണ്, ഷൈജുവിൻ്റെ ഒക്കെ സുഹൃത്താണ് സുധി. എൻ്റെ വീടാണിത്. ഇപ്പോൾ ഇവർക്കൊരു അടുക്കള സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ തൽക്കാലം കഴിക്കാൻ.
ഇതാണ് നമ്മൾ അയൽവാസി സുവി. അദ്ദേഹം പക്ഷി വളർത്തലൊക്കെ തൽപരനാണ്. കുറേ കിളികളൊക്കെ വീട്ടിലുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്.